നമസ്കാരം. കുറുവ സംഘങ്ങളെ വരെ നാണം കടത്തുന്ന രീതിയിലാണ് CPM സഖാക്കന്മാർ ശബരിമലയിൽ കൊള്ള നടത്തിയിരിക്കുന്നത്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMന്റെ അടിവേരുമാദ്യ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആളിക്കത്തുമെന്ന് ഉറപ്പായി. BJPക്ക് അടക്കം രാഷ്ട്രീയമായി ആയുധമാക്കാനുള്ള വഴികൾ ഈ കേസിൽ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതോടെ കേന്ദ്ര ഏജൻസികൾ കേസ് അന്വേഷിക്കാൻ സാധ്യത ഏറിയിരിക്കുകയാണ്. ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ, കട്ടള, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിൽ നിന്ന് സ്വർണം കവർന്ന കേസിന്റെ അന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന നിലപാടിലാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ. കേസിന് അന്തർ സംസ്ഥാനവും അന്തർദേശീയവുമായ ബന്ധങ്ങൾ ഉള്ളതിനാൽ യഥാർത്ഥ വസ്തുത പുറത്തുവരണമെങ്കിൽ CBI അന്വേഷണം അനിവാര്യമാണെന്നാണ് IBയുടെ ശുപാർശ. സംസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റലിജൻസിനാണ് നൽകിയിട്ടുള്ളത്. CBI അന്വേഷണം എത്തിയാൽ അത് CPMനാകും രാഷ്ട്രീയപരമായി വലിയ രീതിയിൽ ഒരു തിരിച്ചടി ഉണ്ടാകുക. നിലവിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അതിനാൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന IB റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതിക്ക് കൈമാറുമെന്നാണ് വിവരം. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടേതാകും ഇനി അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നത്. അതേസമയം കേന്ദ്ര ഏജൻസിയുടെ ഇടപെടൽ പ്രതീക്ഷിച്ചാണ് SIT അന്വേഷണം വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന സൂചനകളുണ്ട്. സ്വർണ്ണക്കോട്ടയ്ക്കൊപ്പം കള്ളപ്പണ ഇടപാടും നടന്നിട്ടുണ്ടാകാമെന്ന് കരുതുന്നതിനാൽ EDയുടെ അന്വേഷണവും IB മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശബരിമല കേസിലെ അന്താരാഷ്ട്ര മാനങ്ങളെ കുറിച്ച് ഹൈക്കോടതിയെ പ്രകടിപ്പിച്ച ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് IB പ്രാഥമിക വിവരശേഖരണത്തിന് തയ്യാറായത്. ദേവസ്വം ബോർഡ് ഭാരവാഹികളിലേക്ക് അന്വേഷണം നീങ്ങുന്നുവെന്ന് വന്നപ്പോഴാണ് കേസ് അന്വേഷണത്തിന്റെ ഫയലുകൾ വേണമെന്ന ആവശ്യവുമായി ED ആദ്യം റാണി കോടതിയെ സമീപിച്ചത്. എന്നാൽ അവ നൽകേണ്ട എന്നായിരുന്നു റാണി കോടതിയുടെ ഉത്തരവ്. തുടർന്ന് ED ഹൈക്കോടതിയിൽ ഒരു അപേക്ഷ നൽകി. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കാനായിരുന്നു ഹൈക്കോടതി EDയോട് പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയ ED കേസ് വിവരം കൈമാറണമെന്നുള്ള ഉത്തരവ് അനുകൂലമായി നേടുകയും ചെയ്തു. ഫയലുകൾ കിട്ടിയ ശേഷം സ്വർണ്ണക്കൊള്ള കേസിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ED കേസ് രജിസ്റ്റർ ചെയ്യും. അതിനിടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി വലുതെന്ന് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറഞ്ഞത്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, 9ാം പ്രതി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ ഉടമ പങ്കജ് ഭണ്ഡാരി, 10ാം പ്രതി ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച ഞെട്ടിക്കുന്ന വിശദമായ വിവരങ്ങൾ SIT പങ്കുവച്ചിട്ടുള്ളത്. ക്ഷേത്ര ശ്രീകോവിലിന്റെ കട്ടളയുടെ മൊത്തം 7 പാളികളിലെ സ്വർണമാണ് കവർന്നത്. കട്ടളയ്ക്ക് മുകളിലെ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിക്കപ്പെട്ടു. കട്ടളപ്പാളികൾക്ക് മുകളിലുള്ള ശിവരൂപം, വ്യാഴി രൂപം എന്നിവയിൽ പൊതിഞ്ഞ സ്വർണവും നഷ്ടപ്പെട്ടു. ഇത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ചാണ് വേർതിരിച്ചത്. പ്രതികൾ ഹാജരാക്കിയ സ്വർണത്തെക്കാൾ കൂടുതൽ സ്വർണം കണ്ടെത്താൻ ഉണ്ടെന്നും അതിനായി അന്വേഷണം തുടരുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ശബരിമല ശ്രീകോവിലിൽ അതിന്റെ വാതിലിൽ കട്ടളയ്ക്ക് ഘടിപ്പിച്ചിരിക്കുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പ് പാളികളിൽ നിന്നാണ് സ്വർണം നഷ്ടമായത്. കൂടാതെ കട്ടളയുടെ മുകളിൽ പടി ചെമ്പ് പാളികളിൽ രാശിചിഹ്നം ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പ് പാളികളിൽ നിന്ന് കട്ടളയ്ക്ക് മുകളിൽ പതിച്ചിട്ടുള്ള പ്രഭാമണ്ഡലപ്പാളിയിൽ നിന്നുള്ള സ്വർണവും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലും അതിന് തെക്കും വടക്കും മൂലകളിലുള്ള പില്ലർ പാളികളിലും ഉണ്ടായിരുന്ന സ്വർണവും നഷ്ടമായി. കട്ടളയ്ക്ക് മുകളിലെ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിച്ചു. കട്ടളപ്പാടികൾക്ക് മുകളിലുള്ള ശിവരൂപം, വ്യാഴി രൂപം എന്നിവയിൽ പൊതിഞ്ഞ സ്വർണം മുഴുവനായി നഷ്ടപ്പെട്ടു. ഇത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ചാണ് വേർതിരിച്ചത്. പ്രതികൾ ഹാജരാക്കിയ സ്വർണത്തെക്കാൾ കൂടുതൽ സ്വർണം ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അതിനായി അന്വേഷണം തുടർന്നുകൊണ്ട് ഇരിക്കുകയാണെന്നാണ് SITയിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതേസമയം സ്മാർട്ട് ക്രിയേഷൻ ഉടമ പങ്കജ് ഭണ്ഡാരി ഹാജരാക്കിയത് 109.243 ഗ്രാം സ്വർണമാണ്. ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ ഹാജരാക്കിയത് 474 ഗ്രാമും. ഇവ മോഷ്ടിക്കപ്പെട്ട സ്വർണമാണെന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തൊണ്ടു മുതൽ ഇല്ലാത്ത ഈ കേസിൽ ഏറ്റവും പ്രധാനമായ ഒരു പ്രശ്നമായി മാറുന്നതെങ്കിലും CBI കേന്ദ്ര ഏജൻസികൾ എത്തുന്നതോടെ ശാസ്ത്രീയമായ രീതിയിൽ ഈ സ്വർണങ്ങൾ അവർ കണ്ടെത്തും. കൂടാതെ വേണമെങ്കിൽ അവർക്ക് ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റുകൾ അടക്കം CBI നടത്തി ഈ സ്വർണം എങ്ങനെ എവിടെ നടക്കം ഉള്ളതെല്ലാം ശാസ്ത്രീയമായ രീതിയിൽ തെളിയിക്കാൻ CBIക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അതോടൊപ്പം തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും ഈ കേസ് CBIക്ക് തന്നെ വിടണമെന്ന് ഇപ്പോൾ ഹൈക്കോടതിക്ക് ശുപാർശ നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്.